ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചെയ്ത് കാണിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലും അവരുടെ ഫ്ലേവറിലും ചെയ്തെടുക്കുന്ന നല്ലൊരു സ്പ്രെഡ് റെസിപ്പിയാണ്. ഇത് ബ്രെഡിന് മാത്രമല്ല, ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ റോൾ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. മധുരത്തിന് പഞ്ചസാരയല്ല ഇവിടെ ചേർക്കുന്നതും. ജാമിന് പകരമായിട്ട് ഇതുപോലെയൊക്കെ സ്കൂൾ സ്നാക്സായിട്ട് എടുത്തുകൊണ്ട് പോകാനും ഈവനിങ് സ്നാക്സായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്പ്രെഡ് റെസിപ്പി. കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ നോക്കണേ. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പോളം കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട്. ഒരു കപ്പലണ്ടി പോലും അഴുക്ക് ഉണ്ടാകരുത്. ആ ഒരെണ്ണം മതി ടേസ്റ്റ് മാറാനായിട്ട്. അതുകൊണ്ട് നല്ലവണ്ണം ചെക്ക് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ചെറുതായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. ഇത് വറുത്ത കപ്പലണ്ടിയാണ്, എന്നിരുന്നാലും ചെറുതായിട്ട് ഒന്നുകൂടെ വറുത്തെടുക്കണം. അപ്പം നല്ല ടേസ്റ്റാണ്. ലോ ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഏകദേശം 2-3 മിനിറ്റ് വേണ്ടി വരും. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. അതേ പാനിൽ തന്നെ ഏകദേശം 30 എണ്ണത്തോളം കാഷ്നട്ടാണ്. അതുകൂടി ചെറു തീയിൽ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റിയെടുക്കണം. കാഷ്നട്ട് ചൂടാക്കാതെയും ചേർക്കാവുന്നതാണ്. ചൂടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം ടേസ്റ്റ് കൂടുതലാണ്. അതും മാറ്റി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും കറുപ്പ് നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റിയിരിക്കണം. ഇതൊന്ന് ആറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഒട്ടും വെള്ളമയം ഇല്ലാത്തൊരു മിക്സിയുടെ ജാർ എടുക്കണം. ഏകദേശം ഒരു 20 എണ്ണത്തോളം ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. എത്രയും ചെറുതായിട്ട് അരിയാവുന്നോ അത്രയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതിന് ശേഷം ഒരു 3-4 മണിക്കൂർ നേരത്തേനും ഫ്രീസറിൽ വെക്കുക. ഫ്രിഡ്ജിലല്ല, ഫ്രീസറിൽ വെക്കുക. അപ്പോൾ ഇത് കുറച്ച് കട്ടിയാവും. ഇനിങ്ങനെ പൊടിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം. എത്രയും പൊടിച്ചെടുക്കാവുന്നോ അത്രയും നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇത്രയും ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. വീണ്ടും ജാർ എടുത്തിട്ടുണ്ട്. ഇനി നല്ല ക്ലീൻ ആയിരിക്കണം. ഒട്ടും വെള്ളമയം പാടില്ല. ഇതിലിനി നട്ട്സ് ഇട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഈന്തപ്പഴം പൊടിച്ച ജാറിനകത്തോട് നട്ട്സ് ചേർക്കുമായിരുന്നെങ്കിൽ ഒട്ടിയിരിക്കുമേ. അതുകൊണ്ടാണ് ക്ലീൻ ആക്കിയതിന് ശേഷം ചേർത്തത്. ഒരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം പൊടിച്ചെടുക്കണം. എത്രയും പൊടിക്കാവുന്നോ അത്രയും നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇത്രയായപ്പോൾ ഒന്ന് കട്ടിയാകാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ആ കപ്പലണ്ടിക്കകത്തുനിന്ന് എണ്ണയൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കുന്നത് ഒരു 1.5 സ്പൂണോളം കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള കൊക്കോ പൗഡർ ആയിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. 1.5 സ്പൂണോളം ചേർക്കുന്നുണ്ട്. കുറേ നാൾ പഴകിയതാണെന്നുണ്ടെങ്കിൽ ആ കൊക്കോയുടെ സ്മെല്ലൊക്കെ നഷ്ടപ്പെടും. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് 1 സ്പൂൺ ബട്ടറാണ് ചേർക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ ചേർക്കരുത്. ഇല്ലെങ്കിൽ നിങ്ങൾ മെൽറ്റാക്കിയാലും ചേർത്താൽ മതി. ഈ കൊക്കോ പൗഡറും ബട്ടറും ഒക്കെ ചേരുമ്പോഴത്തേന് ആ കപ്പലണ്ടിയുടെ ടേസ്റ്റ് മുന്നേ നിൽക്കത്തില്ല. പോരാഞ്ഞ് ഒഴിക്കാൻ പോകുന്നത് വാനില എസൻസ് കൂടാണ്. നല്ല സ്ട്രോങ് വാനില എസൻസ് ആണ് ഒഴിക്കുന്നത്. ബ്രൗൺ കളറിലെ ആണെങ്കിൽ 1 സ്പൂണോളം ഒഴിക്കേണ്ടതാണ്. ഇതുകൂടെ ചേരുമ്പോഴത്തേന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത്രയും ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിന് മധുരത്തിന് വേണ്ടി ചേർക്കുന്നത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ചേർക്കുകയാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് എത്രയും നല്ലവണ്ണം അരച്ചെടുക്കാവുന്നോ അത്രയും നല്ലവണ്ണം അരച്ചെടുക്കുക. അരയാൻ ഇച്ചിരി കട്ടി തോന്നുന്നു എന്നുണ്ടെങ്കിൽ 1 സ്പൂൺ മെൽറ്റ് ചെയ്ത ബട്ടറോടെ ചേർക്കാവുന്നതാണ്. നിങ്ങൾക്ക് കൊക്കോ പൗഡറിൻ്റെ പകരമായിട്ട് ചോക്ലേറ്റ് കോമ്പൗണ്ട് ഉണ്ടല്ലോ, അത് ഉരുക്കിയായാലും ചേർക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് ഇത് അരഞ്ഞു കിട്ടും. കുറച്ചുകൂടെ ഒന്ന് ലൂസാവുകയും ചെയ്യും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ബട്ടറിനകത്ത് ഉപ്പുണ്ട് എന്നുണ്ടെങ്കിൽ വേറെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അരച്ചതിന് ശേഷം എന്തെങ്കിലും ഇച്ചിരി മധുരം കൂടിയൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ശർക്കരപ്പൊടി ചേർക്കേണ്ടതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രീസ് ചെയ്ത് ഈന്തപ്പഴം ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ശർക്കരപ്പൊടി ചേർത്താലും മതി. നല്ല കൊക്കോ പൗഡർ ആയിരിക്കണം. നല്ല വാനില എസൻസ് നല്ല സ്ട്രോങ് ആയിരിക്കണം. ഇത്രയൊക്കെ ചേർക്കുമ്പോൾ ആ കപ്പലണ്ടിയുടെ ടേസ്റ്റ് മുന്നേ നിൽക്കത്തില്ല. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറിൽ കൊക്കോ ടേസ്റ്റിലായിരിക്കും കിട്ടുന്നത്. ബട്ടർ ഉള്ളത് കാരണം ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ടിയാവും, ബട്ടർ സെറ്റാകുന്നത് കാരണം. അപ്പോൾ നിങ്ങൾ മൈക്രോവേവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 30 സെക്കൻഡ് മൈക്രോവേവ് ചെയ്താൽ മതിയാവും. ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പാത്രം അടുപ്പേ ചൂടാക്കുന്നുണ്ടെങ്കിൽ ആ അടപ്പ് പാത്രത്തിൻ്റെ മുകളിലോട്ട് വെച്ചാൽ മതി. ആ ബട്ടർ ഒന്ന് മെൽറ്റാകും. അപ്പോൾ അത് പഴയ പോലെ ലൂസായി തന്നെ കിട്ടും.
ഇന്നുണ്ടാക്കിയിട്ട് ഇന്ന് തന്നെ ഇത് തീർക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ 2 സ്പൂൺ പാലൂടെ ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ്. ഓരോ ഈന്തപ്പഴത്തിൻ്റെ മധുരത്തിൻ്റെ അനുസരിച്ച് ഞാൻ ഈ പറഞ്ഞ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാകാം. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് കൂടുതലായിട്ട് പൊടിച്ച് വയ്ക്കുക. അഥവാ മധുരം അല്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ശർക്കരപ്പൊടി ചേർക്കേണ്ട ആവശ്യവും വരുന്നില്ല. കുറേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ അതിനകത്തോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും മറക്കല്ല. ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.